UDFും BJPയും അവരെ പിന്തുണക്കുന്ന മാധ്യമങ്ങളുമെല്ലാം ഉയർത്തിയ പ്രചരണങ്ങളെയെല്ലാം ജനങ്ങൾ തള്ളിക്കളയുന്നു എന്നതാണ് ഈ വമ്പിച്ച നവകേരള സദസ്സിൻ്റെ ജനപിന്തുണയോടുകൂടി കാണാൻ സാധിക്കുന്ന ചിത്രം. ഓരോ പ്രചരണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും അവ പൊളിയുന്നതോടെ പുതിയത് എന്ത് എന്ന് കണ്ടെത്തി അത് മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നിലയാണ് സ്വീകരിച്ചത്. ബസ്സിൽ തുടങ്ങിയ വിവാദം പിന്നീട് പരാതികളും നിർദ്ദേശങ്ങളും ഗൗരവമായി എടുക്കുന്നില്ല എന്ന തരത്തിലേക്കാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. പരാതി സ്വീകരിച്ച ശേഷം അത് നൽകിയ കവറുകൾ കാണിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇതിൻ്റെ ഇടയിൽ തന്നെയാണ് നവകേരള സദസ്സിനെ ഏതെങ്കിലും രീതിയിൽ അപവാദത്തിലേക്ക് നയിക്കാൻ സാധിക്കുമോ എന്ന ശ്രമത്തോടുകൂടി ശബരിമലയെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചത്. അവിടെ തിരക്കായിരുന്നു എന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിച്ചതാണ്. സമീപകാലത്തൊന്നുമില്ലാത്ത രീതിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും, ഇനിയിപ്പോഴും വെക്കേഷൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ഇതുപോലെ നല്ല രീതിയിൽ ഭക്തർ മുന്നോട്ടേക്ക് വരുന്ന ദിവസങ്ങളാണ്. എല്ലാ സജ്ജീകരണങ്ങളും ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും ഒരുക്കിയാലും ഈ ജനപ്രവാഹം, ഭക്തജനങ്ങളുടെ പ്രവാഹം അതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നുള്ളതും സത്യമാണ്. എന്നാൽ അതിനു പകരം ബസ്സിൽ കരയുന്ന ഒരു കുട്ടിയുടെ ഫോട്ടോ ചിത്രം കാണിച്ച് അത് ശബരിമലയുടെ ഭാഗമായിട്ടുള്ള പീഡനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന നില വരെ എത്തിച്ചേർന്നു. അത് ആദ്യം BJP ആണ് ഉയർത്തിക്കൊണ്ടുവന്നത്, പിന്നീട് UDFും അത് ഏറ്റുപിടിച്ചു. അതിൻ്റെ വസ്തുത എന്താണ് എന്നെല്ലാവർക്കും പിന്നീട് മനസ്സിലാകുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ കാണിക്ക ഇടരുത് എന്നത് മുമ്പ് തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സ്ലോഗനാണ്. അതിപ്പോഴും വീണ്ടും ആവർത്തിക്കുന്ന നില ഉണ്ടായി. എല്ലാ കള്ളപ്രചാരവേരുകളെയും ജനങ്ങൾ തള്ളിക്കളയുന്നു എന്നതാണ് ഈ പരിപാടികളെല്ലാമുള്ള ജനപങ്കാളിത്തം വ്യക്തമാക്കുന്നത്. നവകേരള സദസ്സ് മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കേന്ദ്ര സംസ്ഥാന ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി, ഫെഡറൽ സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തി സംസ്ഥാനത്തോട് കേന്ദ്രം കാണിക്കുന്ന പ്രത്യേകിച്ച് സാമ്പത്തിക ഉപരോധത്തെ പറ്റിയാണ്. അത് നല്ല നിലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾക്കിടയിൽ നല്ല തോതിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അത് തള്ളിക്കളയാനാവാത്ത വിധം ഇന്ന് ജനങ്ങൾക്കിടയിൽ സ്വാധീനം നേടിക്കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം UDF കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ എല്ലാം പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കേരളത്തിലെ ഗവൺമെൻറ്റാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി തന്നെ കേന്ദ്രത്തിൻ്റെ അവഗണന സംസ്ഥാനത്തിന് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന കാര്യം പറയേണ്ടി വന്നു. അത് സ്വാഭാവികമായിട്ട് ഇതേവരെ ചൂണ്ടിക്കാണിച്ച UDFിൻ്റെ ധാരണകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ധാരണയാണ്. കോൺഗ്രസ് MPമാർ ചിലർ, TN പ്രതാപനെ പോലുള്ള MPമാർ തന്നെ പാർലമെന്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടുമെന്ന് പറയുന്ന നിലവരെ എത്തി. അപ്പോൾ അതിൻ്റെ അർത്ഥം കേരളത്തിൽ BJPയുമായി ചേർന്ന് സംസ്ഥാന സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്ന UDFിൻ്റെ രാഷ്ട്രീയ സമീപനങ്ങളെ തുറന്നു കാട്ടാൻ കഴിയുന്ന വിധം ജാഥ
മുന്നേറിയിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം EDയുടെ സമൻസാണ്. കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ തെറ്റായി ഇടപെടുന്നു എന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒന്നാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഏജൻസികളെ ഉപയോഗിച്ചൊരു പുകമറ സൃഷ്ടിച്ച് LDF സർക്കാരിനെ വീണ്ടും അധികാരത്തിലേക്ക് എത്തിക്കുക എന്നതിന് തടയിടാനാവും എന്നായിരുന്നു കേന്ദ്ര ഏജൻസികളും UDFും BJPയും എല്ലാം കരുതിയിരുന്നത്. എന്നാൽ അത്തരം കള്ളക്കേസുകളുടെ ഭാഗമായി മുൻ ധനകാര്യ മന്ത്രി കൂടിയായിരുന്ന തോമസ് ഐസക്കിനെതിരെ ED അയച്ച സമൻസ് നിരുപാധികം പിൻവലിച്ചതായി അവർ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. അവർ കെട്ടിപ്പൊക്കാൻ തീരുമാനിച്ച ഒരു വലിയ കാര്യമായിരുന്നു കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ആ വകുപ്പ് കൈകാര്യം ചെയ്ത ധനകാര്യ വകുപ്പ് മന്ത്രിക്കെതിരായി, പ്രത്യേകിച്ച് തോമസ് ഐസക്കിനെതിരായി ED സമൻസ് അയച്ചു എന്ന വാർത്ത. അത് പിന്നെ കോടതിയിൽ പോയി, അത് പിന്നെ വീണ്ടും കോടതി ഇടപെട്ടു, അതിൻ്റെ മേലെ വീണ്ടും കോടതി ഇടപെട്ടു. ഇപ്പോൾ ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ചുറ്റിക്കളിക്കണ്ട എന്ന് കോടതി EDയോട് പറയുന്നതോടുകൂടി ആ ചുറ്റിക്കളി ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. വ്യക്തമായ കാരണങ്ങളില്ലാതെ സമൻസ് നൽകരുതെന്നും ചുറ്റിത്തിരിഞ്ഞുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകരുതെന്നും കോടതി ഇപ്പോഴും നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കുറേ കാലമായി കേന്ദ്ര ഏജൻസികളെ സംബന്ധിച്ച് പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ അടിവരയിടുന്ന ഒന്നാണ് ഈ കോടതി വിധി എന്ന് കാണാൻ കഴിയും. വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നം ഗവർണറുടെ നിലപാടാണ്. ഗവർണറുടെ കാലാവധി ഇനി വളരെ ചുരുക്കം മാസം മാത്രമേ ഉള്ളൂ. ആ ഒരു ചെറിയ കാലാവധിക്കുള്ളിൽ ഇങ്ങനെയാണ് സംഘപരിവാറിൻ്റെ പ്രധാനപ്പെട്ട ലിസ്റ്റിലേക്ക് കടന്നു വരേണ്ടത് എന്ന കാര്യം ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സംഘപരിവാർ പ്രീണനം ഏറ്റുവാങ്ങുന്നതിൻ്റെ ഭാഗമായി RSSൻ്റെ സർവസംഘചാലകിനെ തന്നെ നേരിട്ട് കാണാൻ ശ്രമിച്ച കാര്യം നമുക്കറിയാം. അദ്ദേഹം ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാനസിക നിലയുടെ കൃത്യമായ അവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഗവർണറായിരിക്കുന്ന ഒരു വ്യക്തി സംസ്ഥാന സർക്കാരിനെതിരെയും കേരളത്തിനെതിരെയും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേലകൾ ഒരു ഗവർണർക്ക് യോജിച്ചതാണോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കേണ്ടതാണ്. സംഘപരിവാർ വേദികളിലാണ് അദ്ദേഹം ഇത്തരം വിമർശനങ്ങൾ ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള ഗവൺമെൻറ് രാഷ്ട്രീയമായി സർവകലാശാലകളിൽ ഇടപെടുന്നു. അത് പറയുന്നത് ചാൻസലർ കൂടിയായ ഗവർണറാണ് എന്നുള്ളതാണ് ഗൗരവം. ആരാണ് ഇടപെടുന്നത് എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നമുക്കെല്ലാം പകൽ വെളിച്ചം പോലെ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ RSS സംഘപരിവാർ വിഭാഗങ്ങളുമായിട്ടുള്ള അടുത്ത ബന്ധം, ആ ബന്ധം വെച്ചുകൊണ്ട് അവരുടെ അജണ്ട ഔപചാരികമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് ഗവർണർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിപ്പോഴും എല്ലാവർക്കും വ്യക്തമായി. വൈസ് ചാൻസലർമാരുടെ കാര്യത്തിലെടുത്ത നിലപാട്,
ഇപ്പോൾ ഏറ്റവും അവസാനമായി കാലിക്കറ്റ് കേരള സർവകലാശാലയിലേക്കുള്ള ഭരണഘടന വിഭാവന ചെയ്യുന്ന കാഴ്ചപ്പാടുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ആദ്യം UDFകാർക്കും BJPക്കാർക്കും വേണ്ടിയുള്ള പ്രവർത്തനവും പിന്നീട് UDFനെ അങ്ങോട്ട് ഒഴിവാക്കി സംഘപരിവാർ വിഭാഗത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള നോമിനേഷനും കൃത്യമായ രാഷ്ട്രീയ ഇടപെടലാണ്. അദ്ദേഹത്തിന് ഇവിടെ നിന്നാണ് അദ്ദേഹം സമർപ്പിച്ച ലിസ്റ്റിലുള്ള പേര് വന്നത് എന്നതിന് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. സംസ്കാരരഹിതമായ പ്രവർത്തനവും ഭീഷണിയുമെല്ലാം ഉപയോഗിക്കുന്ന ഒരു നിലയിലേക്ക് ഗവർണർ തരം താണിരിക്കുകയാണ്. ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളോട് ഗവർണർ നടത്തിയ പരാമർശങ്ങൾ ഒരു സാധാരണ പൗരന് പോലും യോജിച്ചതാണോ എന്ന് സ്വയം പരിശോധനയ്ക്ക് അദ്ദേഹം വിധേയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. സംഘപരിവാർ വിഭാഗങ്ങളെ സർവകലാശാലകളിലേക്ക് തിരികെ കയറ്റിക്കൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന നിലപാട് ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഗവർണർക്ക് ഭരണഘടന നൽകിയിട്ടുള്ള പദവിയും അധികാരമുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ പെരുമാറ്റവും നിലപാടും ഭരണഘടനാപരമായിട്ടുള്ളതാണെന്ന് ആർക്കും പറയാനും അവകാശപ്പെടാനും സാധിക്കുന്നതല്ല. ഫയലുകൾ പിടിച്ചു വെക്കുന്ന കാര്യത്തിൽ അദ്ദേഹം സ്വീകരിച്ച സമീപനത്തെ സുപ്രീം കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോഴേറ്റവും അവസാനമായി കേരള സർവകലാശാലയിലെ സെനറ്റിലേക്ക് നടന്ന നാമനിർദ്ദേശം തെറ്റായിരുന്നു എന്ന വിമർശനം ഉൾക്കൊണ്ടുകൊണ്ടാണ് കോടതി തന്നെ ആ നടപടി 4 പേരുടെ കാര്യത്തിൽ സ്റ്റേ ചെയ്തിരിക്കുന്നത്. എല്ലാ കാര്യവും അതേപോലെ തന്നെ ചെയ്തതാണ്. 4 പേരുടെ നോമിനേഷൻ സ്റ്റേ ചെയ്തതുപോലെ യഥാർത്ഥത്തിൽ എല്ലാവരുടെയും നോമിനേഷൻ സ്റ്റേ ചെയ്യേണ്ടുന്നതാണ് നിയമപരമായിട്ട്. അപ്പോൾ ഇത്തരത്തിൽ പെരുമാറുന്ന ഘട്ടത്തിൽ പ്രതിഷേധം ഉയർന്നു വരിക സ്വാഭാവികമാണ്. ആ പ്രതിഷേധമാണ് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇപ്പോഴും വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഉൾക്കൊള്ളാനുള്ള മനസ്സാണ് യഥാർത്ഥത്തിൽ ഗവർണർ കാണിക്കേണ്ടത്. വളരെ പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ പറയാനുള്ളത്. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ചില കടന്നാക്രമങ്ങളെ സംബന്ധിച്ച് ഇതിനു മുമ്പ് തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. സമൂഹമാകെ നല്ല ജാഗ്രത, സ്ത്രീകൾക്കെതിരായിട്ട് വരുന്ന പലതരത്തിലുള്ള അതിക്രമങ്ങളെ സമകാലിക സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ പ്രതിരോധിക്കാൻ കേരളീയ സമൂഹത്തിന് തന്നെ സാധിക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുക. അല്ല, ഒരു സംഘർഷത്തിൻ്റെയും കാര്യമില്ല. ഇവിടെ കരിങ്കൊടി എല്ലാവരെയും കാണിച്ചിട്ടുണ്ട്, ഇനിയും കാണിക്കും. സമരത്തിൻ്റെ ഭാഗമായിട്ട് കരിങ്കൊടി കാണിക്കുന്നത് ഒരു തരത്തിലുള്ള ഉപേക്ഷിക്കേണ്ട ഒരു സമര പരിപാടിയാണ് എന്നും ഇതേവരെ ഞങ്ങളാരും തീരുമാനിച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്കെതിരായിട്ട് കരിങ്കൊടി കാണിക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ എത്രയോ സ്ഥലത്ത് കാണിച്ചിട്ടുണ്ട്. കാണിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ആത്മഹത്യാ സ്കോഡ് പോലെ അതിൻ്റെ മുമ്പിലേക്ക് ചാടുന്ന പ്രശ്നമാണ് അന്നും പറഞ്ഞത് ഇന്നും പറഞ്ഞത്. അതിപ്പോൾ ഗവർണറുടെ മുമ്പിലേക്ക് ചാടുന്ന ഒരു നിലപാട് വന്നാൽ അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതൊക്കെ നിയമപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാം. അത് നിയമപരമായിട്ടുള്ളത് കൈകാര്യം ചെയ്യും. നമ്മളിപ്പോൾ പാർട്ടി ഉള്ള ഭാഗമായിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് അത് പാടില്ല ഇത് പാടില്ല എന്ന് പറയേണ്ട പല കാര്യമുണ്ടോ? അതൊക്കെ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുന്നു. നോക്കാം, അവിടെ നോക്കാം.
സംഘർഷമൊന്നും ഉണ്ടാവില്ല, ഒരു സംഘർഷവും ഉണ്ടാവില്ല. അവിടെ താമസിച്ചോട്ടെ, അതുകൊണ്ടത് കുഴപ്പമൊന്നും. അദ്ദേഹത്തിൻ്റെ സംരക്ഷണം ഉറപ്പാക്കുമല്ലോ ഗവൺമെൻറ്. അതിനെന്ത് സംശയം? അദ്ദേഹത്തിൻ്റെ സംരക്ഷണം ഉറപ്പാക്കുക എന്നുള്ളത് ഏത് ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഗവൺമെൻറ് നടപ്പിലാക്കും. ഗവർണർ അടിമുടി പ്രകോപനമല്ലേ? ഗവർണർ ഉണ്ടാക്കുമെന്ന് സംശയം നിങ്ങൾക്കുണ്ടോ? സംശയം? ഗവർണർ അടിമുടി പ്രകോപനം ഉണ്ടാക്കുകയാണ്. അതാണ് ഗവർണർക്ക് അതിനൊരു ലക്ഷ്യമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, 5-10 മാസമേ ഉള്ളൂ ഇനി. അപ്പോൾ അതിൻ്റെ തുടർച്ച എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി വളരെ ഗൗരവപൂർവ്വമുള്ള ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ കാണാൻ സാധിക്കുക. ആ ദേശസഭയ്ക്കാരോട് ചോദിക്കേണ്ടതാണ്. ഞാൻ പ്രതികരിക്കുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. യെസ്, നവകേരള സദസ്സ് അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തി. അതിൻ്റെ ഉദ്ദേശം ശരിയായി എന്നുള്ളതല്ലേ അത് കാണിക്കുന്നത്. ഇന്നലെ വരെ പറഞ്ഞതല്ലല്ലോ ഇന്ന് പറയുന്നത്. അത് നവകേരള സദസ്സ് രാജ്യത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം നന്നായിട്ട് ഏശി എന്നുള്ളത് തന്നെയാണ്. അതിനങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഗവർണർക്ക് അത് മനസ്സിലാവില്ലല്ലോ. കാരണം ഗവർണർക്ക് മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ ആഘാതം എന്താണെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവർണർ അങ്ങനെയല്ലേ പറയാം. അതെ, അത് അവരിപ്പം കോൺഗ്രസ്സുകാരും പറഞ്ഞിട്ടില്ല, ലീഗുകാരും പറഞ്ഞിട്ടില്ല. അവർ പറയട്ടെ. ആര് കൊടുത്ത ലിസ്റ്റ് അനുസരിച്ച് കൊണ്ടാണ്. കോൺഗ്രസ്സുകാർ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടോ, BJP-ക്കാർ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടോ നമുക്ക് മനസ്സിലാക്കാം. അതിന് പുറമെ ലീഗുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് അവർ പറയേണ്ടതാണ്. ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും ഈ ഗവർണർ എടുത്ത ഈ നിലപാടിനോട് പ്രതിഷേധിച്ച് അവർ രാജിവെക്കേണ്ടതാണ്. അത് രാജിവെച്ചിട്ടില്ല ഇതുവരെ. അത് നല്ല രീതിയിൽ അംഗങ്ങളിൽ നിന്നല്ല. അതൊക്കെ ചില അഭിപ്രായങ്ങളുണ്ട്. അതൊന്നുമല്ല ഇവിടെ പ്രധാനം. നമ്മൾ ചലച്ചിത്രോത്സവം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വമ്പിച്ച വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വരുന്ന എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും പരിഹരിക്കാൻ കഴിയുന്ന കാര്യമുള്ളൂ. അതിലൊന്നും വലിയ പ്രശ്നം എടുക്കേണ്ട കാര്യമില്ല. പരാമർശങ്ങളെല്ലാം കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് പോകുന്നു വിചാരിക്കാം. അല്ല, ഞാനിപ്പോൾ ചെയർമാൻ പറഞ്ഞ ഓരോ പദം അടിസ്ഥാനപ്പെടുത്തിയിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ചലച്ചിത്രോത്സവം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയും ഫലപ്രദമായ ഇടപെടലോടും കൂടി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് പോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിശോധിച്ച് ആവശ്യമായ മുന്നോട്ടുള്ള യാത്രയിൽ അതിനെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും കാര്യം ചെയ്യാൻ സാധിക്കുന്ന ആ സംവിധാനത്തിന് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. കോടതി വെറുതെ വിട്ടത് സംബന്ധിച്ച് പരിശോധിക്കണം. ഞങ്ങൾക്ക് തർക്കമുള്ളത് അപ്പീൽ പോവുക, അല്ലെങ്കിൽ പുതിയ അന്വേഷണങ്ങൾ എന്തിനും CPM തയ്യാറാണ്. ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. ശരി, അല്ല എന്തൊക്കെ പരിശോധിച്ചു അതിലിപ്പോൾ ജുഡീഷ്യറിയുടെ സ്കൂട്ടിനി വേണം, അതും പരിശോധിക്കാം. എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്യാം. ഞങ്ങൾ അതിന് എതിര് നിൽക്കേണ്ട ഒരു കാര്യമില്ല. അത് എവിടെയാണ് അതിൻ്റെ അകത്ത് വീഴ്ച സംഭവിച്ചത് എന്ന് പരിശോധിച്ച് അപ്പീല്, അതുപോലെ തന്നെ പുനരന്വേഷണം തുടങ്ങി എന്ത് വേണോ അതൊക്കെ നടത്തുന്നതിൽ CPM-ന് എതിരില്ല. ഉറച്ച നിലപാടാണ്. സത്യപ്രതിജ്ഞയൊന്നും ഒരു പ്രശ്നമാവില്ല. എന്ത് പ്രശ്നമാകാൻ? ഗവർണർ എവിടെ പോകാനുണ്ട്? ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ഗവർണർ ഉണ്ട്. പിന്നെ ഗവർണർ എവിടെ പോകുന്ന വിചാരിക്കുന്നത്? ഞാനിത് ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഗവർണർക്ക് ഗവർണറുടെ ഭരണഘടനാ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചേ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ ഗവർണർ ഉണ്ടാവില്ല.
ഏ ഓ ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടല്ലേ പറഞ്ഞത്. മുഖ്യമന്ത്രി അതുപോലെ തന്നെ മന്ത്രിമാർ, എം പിമാർ, എം എൽ എമാർ ഇവരെല്ലാം ചേർന്നതാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെയോ? അല്ല, ഇതിപ്പോൾ കേരളത്തിൻ്റെ അല്ലേ മൂർത്തമായി മുമ്പോട്ടേക്ക് വന്നിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് അത് നോക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതേപോലെ ഗവർണർമാരെടുക്കുന്ന നിലപാടുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന സമീപനങ്ങളുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് യോജിക്കാവുന്ന ആളുകളെ ചേർത്ത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തും. പക്ഷേ അതുകൊണ്ട് ഇത് അതുവരെ കാത്തിരിക്കുന്ന നിലപാടിലേക്കല്ല, തുടർന്ന് നമുക്ക് മുന്നോട്ടേക്ക് പോകേണ്ടി വരും. പിന്നെ എന്താ സംശയം? അത് വളരെ വ്യക്തമല്ലേ. കേന്ദ്രത്തിനെതിരായിട്ടുള്ള യോജിച്ച സമരം വേണം എന്നാണ് നവകേരള സദസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഉന്നയിക്കുന്നത്. അത് വേണം എന്ന് കോൺഗ്രസ് എം പിമാരിൽ ചിലരും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള ലീഗ് നേതാക്കന്മാരും പറയുന്നത് നവകേരള സദസ്സിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ്. അത് യു ഡി എഫുകാരോട് ചോദിക്കേണ്ടതാണ്, എന്താ നിങ്ങൾക്ക് വല്ല അലോസരം ഉണ്ടാക്കുന്നുണ്ടോ എന്ന്. വരുന്നുണ്ട്. അത് പല കാര്യത്തിലും അവർ വന്നല്ലോ. അത് കോൺഗ്രസിൻ്റെ ഒരു എതിർപ്പ് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ കഴിഞ്ഞ പരിപാടിയിൽ പലസ്തീൻ ഐക്യദാർഢ്യ പ്രഖ്യാപനത്തിൽ പങ്കെടുക്കാനാവാതിരുന്നത് എന്ന് പരോക്ഷമായി സമ്മതിച്ചിട്ട് കുഞ്ഞാലിക്കുട്ടി തന്നെ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞത് സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പങ്കെടുക്കാനാവുന്നില്ല എന്നാണ്. അല്ല, എല്ലാവരും ആ രീതിയിൽ വരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കേരളത്തിൻ്റെ പൊതുവായ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രാജ്യത്തിൻ്റെ പൊതുവായ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ഭാഗമായിട്ട് വരുമ്പോൾ അതുപോലെ ആ ഒരു പ്രസ്ഥാനം രൂപപ്പെട്ട് വരണമെന്നാണ് CPM കാണുന്നത്. ശരി, ഞങ്ങൾക്ക് ഒന്നും പ്രതീക്ഷ നൽകാതിരിക്കുന്നില്ല. വലിയ അപകടം വരാൻ പോവാണ് രാജ്യത്ത്. ഒരു ഹിന്ദുത്വ അജണ്ടയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ധ്രുവീകരണവും രാജ്യത്ത് നടക്കാതിരിക്കണമെങ്കിൽ അതിനെ പരാജയപ്പെടുത്താൻ ഉതകുന്ന രീതിയിലുള്ള അതിവിപുലമായ ബഹുജന പ്രസ്ഥാനം രൂപപ്പെട്ടേ പറ്റൂ. അതിനു വേണ്ടിയുള്ള പ്രവർത്തനം ഈ ഇന്ത്യയിലുടനീളം നടക്കണം, കേരളത്തിലും നടക്കണം, ഇന്ത്യയിലുടനീളവും നടക്കണം. അതിൻ്റെ മുമ്പിൽ ഞങ്ങൾ നിൽക്കും ഉള്ള സ്ഥലത്തെല്ലാം. ഓരോന്നോരോന്നായിട്ട് വരും. ഈ സമരത്തിനും പ്രക്ഷോഭങ്ങൾക്കും ഒന്നും വിലയില്ല എന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? നിയമങ്ങളും അതുപോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും നിലനിൽക്കുന്നത് ജനങ്ങളുടെ ഇച്ഛയിലാണ്. ഒരു ജനതയാകെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു വേദിയിൽ അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയാൻ സാധിക്കുന്നത് ഫാസിസ്റ്റുകൾക്ക് മാത്രം. അപ്പോൾ ജനാധിപത്യം ഇപ്പോഴും കുറേശ്ശെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളൊരു തെളിവാതല്ല. അല്ല, കിഫ്ബിയുടെ മാത്രമല്ല, നമ്മളിപ്പോൾ എല്ലാ കടമെടുപ്പിൻ്റെയും ഭാഗമായിട്ടുള്ള കാര്യം ഗവൺമെൻറ് കടമെടുപ്പാണ് എന്ന് തീരുമാനിച്ചു പോകുന്ന നിലയാണ് സ്വീകരിച്ചത്. അത് ശരിയല്ല എന്ന് അന്നേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ ചില മാറ്റങ്ങൾ വരുത്താൻ നിർബന്ധിതമായിട്ടുണ്ട്. പോരാ, ഇനിയും പരിധി ആ രീതിയിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം.